ഒരുപാട് നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണിത്. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന നോർമൽ സോയിൽ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മണ്ണൊക്കെ കഷ്ടപ്പെട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മണ്ണ് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കലക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് വേസ്റ്റൊക്കെ കിട്ടി. അപ്പോൾ എത്ര വേസ്റ്റ് ആയിട്ടുള്ള ഒരു മണ്ണാണെങ്കിൽ പോലും ഇത് നമുക്ക് നല്ല സൂപ്പർ ക്ലേ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കലക്കിയെടുത്ത മണ്ണ് ഞാൻ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. 2 തവണ ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒരു കട്ടിയുള്ളൊരു ക്ലോത്തിൽ, പിന്നെ ഒരു നൈസ് ആയിട്ടുള്ളൊരു ക്ലോത്തിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്ന ക്ലേ വളരെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിരിക്കും. അങ്ങനെ അറ്റ്ലീസ്റ്റ് നമ്മൾ 2 തവണയെങ്കിലും ഫിൽറ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ല ചോക്ലേറ്റ് പോലത്തെ വാട്ടർ കിട്ടും. അത് നല്ലോണം ഒന്ന് കലക്കി ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് വെച്ചിരിക്കണം. അപ്പോൾ എനിക്ക് നല്ല ക്ലിയർ വാട്ടർ ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു വാട്ടറിന്. ബട്ട് എന്നാലും അത് സെഡിമെൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു കപ്പ് ഉപയോഗിച്ച് അതിൻ്റെ പുറത്ത് തെളിഞ്ഞ് നിൽക്കുന്ന വാട്ടർ മാത്രം റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നല്ല കട്ടിയുള്ള മഡ് സെഡിമെൻ്റ് ആയിട്ടുള്ള വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. മാക്സിമം ഞാൻ ആ കപ്പ് ഉപയോഗിച്ച് തന്നെ ആ ക്ലിയർ വാട്ടർ ഫുള്ള് റിമൂവ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള ഇതിൽ നിന്നാണ് നമുക്ക് ക്ലേ കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണിയിൽ ഇതിനങ്ങ് ഒഴിച്ചിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ റസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രോപ്പായിട്ട് ആ എക്സസ് വാട്ടർ അങ്ങ് പോയി കിട്ടും. അതിനുശേഷം അത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരിച്ചിടുന്നുണ്ട്. വെയിലത്ത് വെക്കണം എന്നില്ല, നിങ്ങൾക്ക് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരിക്കാം വീടിനുള്ളിൽ. എന്നിട്ട് അതിൻ്റെ സർഫസിൽ ഇങ്ങനെ എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പോഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഫുള്ളും ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അടുത്ത ദിവസം ആ ക്ലേ ഇങ്ങനെ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇനി ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യണം എന്നുള്ളൊരു പരിപാടിയാണുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു അതിങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് അത് അത്രയും പൊളിച്ചെടുത്തപ്പോൾ ഏകദേശം ഇത്രത്തോളം ഉണ്ടായിരുന്നു. ആൻഡ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കൈ വെച്ച് നല്ലോണം കുഴച്ച് അതിന് കറക്റ്റ് ഒരു ക്ലേ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ 100% സക്സസ് ആണ്. ഞാൻ ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ആൻഡ് ലാസ്റ്റത്തെ പരിപാടി ഇങ്ങനെ ത്രെഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ആണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് ഇത്ര അടിപൊളി ക്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.